നമസ്കാരം. ഞാൻ പച്ചില മരുന്ന് മുഹമ്മദ് പതിയിൽ പട്ടാമ്പി. ഏത് കൊമ്പൻ്റെ രോഗമാണെങ്കിലും ശരി 24 മണിക്കൂർ നേരം കൊണ്ട് മാറ്റാൻ സാധിക്കും. അതിൻ്റെ മരുന്ന് ഉപയോഗിക്കണം. അകത്തേക്ക് മരുന്ന് കൊടുക്കണം, പുറത്തും മരുന്ന് വെക്കണം. പിന്നെ അയാൾക്ക് അറ്റാക്ക് വരില്ല. രോഗം മാറണമെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അതുപോലെ നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ, രോഗം മാറണമെന്ന് ഉദ്ദേശമുള്ളവർ മാത്രം ഞാനുമായി ബന്ധപ്പെടുക. അല്ലാത്തവർ വരരുത്. എനിക്ക് തരാനുള്ള പൈസ മുൻകൂട്ടി അടക്കണം. കാരണം എനിക്ക് പണിക്കാർക്ക് കൂലി കൊടുക്കണം. അതാണ്. പിന്നെ നിങ്ങൾ വലിയ വൃത്തിനെ കുറിച്ച് എന്നോട് പറയരുത്. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ RCC നോക്കൂ, എത്രയാണ് വൃത്തി. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നോക്കി എത്രയാണ് വൃത്തി. അവിടെ 200 കൊല്ലമൊക്കെയായിട്ട് രോഗം മാറാത്ത ആളുകളാണ് അവിടെ കിടക്കുന്നത്. നിങ്ങൾ പോയി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെ ഓരോ സെല്ലും നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് അവരോട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വന്നാൽ മതി. അതേപോലെ ആ ഡോക്ടർമാരെ മീറ്റ് ചെയ്തിരിക്കുന്നിടത്ത് അവരെ കാണുന്ന ആളുകളോട് എത്ര കാലമായി നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നത്, ഇവിടെ മരുന്ന് എന്നിട്ട് വല്ലതും നടന്നോ നിങ്ങൾ അവരോട് ചോദിക്കും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ, പിന്നെ പട്ടി കടിച്ചിട്ട് പിന്നെ ഇളകി മരിച്ച ആളുകളെയാണ്. അവരെ വല്ല ചാരോ അല്ലെങ്കിൽ മറവ് ചെയ്ത മണ്ണോ കാണേണ്ടി വരും, അല്ലാതെ നടക്കില്ല. അപ്പോൾ ഇതിലെന്താ നിങ്ങൾക്ക് മനസ്സിലായി? രോഗം മാറണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് ശരിയാക്കാം. രോഗം ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് പൊടിയുപ്പ്, തക്കാളി, അതേമാതിരി ഫ്ലവർ, മിൽമപ്പാൽ, ഇതിൽ നിന്നാണ് കഠിനമായിട്ട് സാധനം വരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ കാര്യം തലയിൽ എണ്ണയൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറ്റാക്ക് വരാതിരിക്കണോ? എൻ്റെ ഒരു തവണ 12,000 രൂപയുടെ മരുന്ന് ഉപയോഗിക്കണം, മനസ്സിലായില്ലേ? അല്ലാണ്ട് നിങ്ങൾ ഒരു കളി നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ് വീണു മരിച്ചു, നടന്നു പോകുമ്പോൾ കുഴഞ്ഞ് വീണു, ചെരിഞ്ഞ് വീണു, കുളത്തിലേക്ക് വീണു, വിമാനം ഓടിക്കുമ്പോൾ താഴത്തേക്ക് വീണു, എന്നിട്ട് അതിന് മരണകാരണം പറയും. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ രക്തക്കുഴലിൽ രക്തം ഓടാത്ത കേടാണ്. ഈ അറ്റാക്ക് എന്ന് പറഞ്ഞത് ബ്ലഡ് സർക്കുലേഷൻ പോകാത്ത. അതിന് ഇംഗ്ലീഷ് മരുന്നേര് പലതും പറയും. അത് പൊതിയാണ്. ഒരു പൊതി കെട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യും. അതന്നെ. അപ്പോൾ അതുപോലെ കണ്ടില്ല, മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നില്ല. എന്തിനാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്? അവരുടെ ഇതിലേക്ക് ആളെ കൂട്ടാൻ. കിഡ്നി രോഗികളെ 10,000, വൃക്ക രോഗികളെ 10 ലക്ഷം, ക്യാൻസർ രോഗികളെ 2 ലക്ഷം. കാരണം ഈ കിഡ്നി രോഗികൾ കുറച്ച് കഴിഞ്ഞാൽ ക്യാൻസറായിട്ട് ഇതിലേക്ക് ആക്കുവരും. എന്നിട്ട് ചികിത്സ ചെയ്യാൻ. പക്ഷേ ഒരാളുടെയും രോഗം മാറിയില്ല. പഴയ ആയുർവേദക്കാരെടുത്ത് ചികിത്സ ചെയ്തിട്ട് ഒരാളുടെയും രോഗം മാറിയില്ല. ഇംഗ്ലീഷ് മരുന്നിൽ നിന്ന് ഒരാൾക്ക് ഇതുവരെ ചികിത്സ ഞാൻ കണ്ടിടത്തോളം മാറിയില്ല. എനിക്കത് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ എൻ്റെ പാരമ്പര്യം ഉപയോഗിച്ച് വന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ മാതിരി രോഗം മാറിയിട്ട് നല്ല സുഖമായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമാണ്. നിങ്ങൾ ഏത് ജോലിക്കാരനാവട്ടെ, ആവശ്യമുണ്ടെങ്കിൽ വരിക. നമ്മുടെ നാട്ടിലെ പൈസക്കാരെ, വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണ്ട. പിന്നെ നിങ്ങളുടെ മക്കളെ ആരും എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു അപേക്ഷയാണ്, എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ, ചെയ്യിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മക്കളെ ആരെയും ഡോക്ടറേറ്റ് പഠിപ്പിക്കരുത്, നേഴ്സുമാരാക്കരുത്. കാരണം ഇവർ വ്യഭിചരിച്ച് പോകാനുള്ള ഒരു വേദിയാണത്, മനസ്സിലായില്ലേ? ഞാൻ ചെയ്യുന്ന മാതിരി നമുക്ക് കഴിയാവുന്ന ജോലി ചെയ്യല്ല, അത് ചെയ്യിക്കല്ല. നിങ്ങൾ ഈ പൊങ്ങച്ചം കൊണ്ട് പാഞ്ഞിട്ട് എവിടെയും ഒന്നും എത്തില്ല. ഇന്ന് ആശുപത്രികളുടെ എണ്ണം എത്ര, രോഗികളുടെ എണ്ണം എത്ര? നിങ്ങൾ ആ IC യൂണിറ്റിലൊന്ന് കയറി നോക്കൂ. കയ്യും കാലൊക്കെ കെട്ടിട്ടിട്ടാണ് ചിലപ്പോൾ 60 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ആ കിടപ്പ് കിടക്കുന്നത്. കയ്യും കാലൊക്കെ കെട്ടിട്ട് വെള്ളം ഭക്ഷണം കൊടുക്കാണ്ടായിട്ടുള്ളത്. ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ആർക്കറിയാം? ജീവനുണ്ടോയെന്ന് അറിയാം? മരണമുള്ള കണക്കാക്കണമാണ്. എനിക്കതിന് ചിന്തിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ആവണോ? രോഗം മാറണോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ചിന്തിച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പിന്നെ പറ്റിക്കാൻ അവർ പലതും നിങ്ങളോട് പറയും, നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യും. അവർ നല്ല വൃത്തിയുള്ള ഡ്രസ്സും നല്ല ചുറ്റുപാടും ചെയ്തിട്ട് കാറിൽ വന്നിറങ്ങി നിങ്ങളിതിൻ്റെ മുകളിൽ വിശ്വസിക്കും. എന്നിട്ട് അവിടെ കയറിയ ഒരാൾ കഴിഞ്ഞ 100 കൊല്ലത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ നോക്ക്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരാളെങ്കിലും, മനസ്സിലായില്ലേ? ഒരാളും ഉണ്ടാവില്ല. കാരണം കിഡ്നിയുടെ സൂക്കട് മാറില്ല, അവരുണ്ട്. ഉറുക്കട സൂക്കട് മാറില്ല. അത് മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ മരുന്ന് നിർത്തിയിട്ട് എൻ്റെ 40,000 രൂപയുടെ അരച്ച മരുന്ന് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ കഷായത്തിലേക്ക് കിടന്ന് ഒരു 3 ദിവസം ഫുള്ള്, അതിപ്പോൾ ഒരു നേരം ഒരു തുള്ളി കുടിച്ചിട്ട് പിന്നാക്കം പറയാനില്ല. അതിൻ്റെ സിസ്റ്റം ഉണ്ട്, അത് ഉപയോഗിക്കാം, ഉള്ളതില്ലേ? ഞാനിപ്പോൾ ഈ ചത്തിട്ട് വന്ന ആളുകൾക്കൊക്കെ ഇത് ചെയ്യുക കാരണമാണ് അവർ പിന്നെ അടിച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? അല്ലാണ്ട് മറ്റുള്ളതല്ല. ചത്ത ആളുകളൊക്കെ ഞാൻ എത്രയോ അടുപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ വരുന്നത് മരുന്നിലാണ്.
പിന്നെ മന്ത്രം നിങ്ങളെല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി നാട്ടുകാരോട് പറയാനുള്ളത്, ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളാരും ഒരാൾ എൻ്റെ അടുത്തേക്ക് ചികിത്സക്ക് വരരുത്. നിലവിൽ ഭർത്താവില്ലാത്ത പിന്നെ 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് ചികിത്സ ചെയ്യാം, മനസ്സിലായില്ലേ? അതേപോലെ 25 വയസ്സ് കഴിഞ്ഞുള്ള പുരുഷന്മാർക്ക് ഭാര്യയില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരരുത്. കാരണം ഞാനൊരു ഫാമിലി ബന്ധമുള്ളവർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും, അല്ലാത്തവർക്ക് ചെയ്യില്ല, മനസ്സിലായില്ലേ? അതുപോലെ മൊയ്ലിയന്മാരോടൊരു വാക്ക്, നിങ്ങളിതുവരെ പറയുന്നതും പിള്ളേർ കളവാ, മനസ്സിലായില്ലേ? ഞാനിപ്പോൾ അത് ഓരോ അക്കങ്ങൾ പറയണ്ട. കഴിഞ്ഞ 2016 മുതൽ കൊറോണ വൈറസ് ഉണ്ടായിരുന്നിട്ട് എന്തുണ്ടായി നിങ്ങൾക്ക് അറിയില്ലേ? അന്ന് ഞാൻ മരുന്ന് ഫ്രീ കൊടുത്തിട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഭാഗം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ വല്ലാതെ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി വേണ്ട. അപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് ക്ഷമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലിട്ടോ, കുഴപ്പമില്ല. ഞാൻ അതുപോലെ നിങ്ങളോട് പറയാം, ഈ പറയുന്നത് ഒക്കെ വിവരമായിരിക്കും, മനസ്സിലായില്ലേ? ലോകരാജ്യത്ത് ഇന്ന് വരെ നടപ്പില്ലാത്ത മരുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഞാനിവിടെ പ്രോഡക്റ്റ് തയ്യാറാക്കുന്നത്. അല്ലാണ്ട് മറ്റേ പീഡിയക്കാരൻ്റെ അടുത്ത് സാധനം വാങ്ങിയിട്ടല്ല. പീഡിയക്കാരൻ്റെ അടുത്ത് സാധനം വാങ്ങുന്നുണ്ട്, അത് ചില ഭാഗങ്ങൾ. അത് നമുക്ക് അങ്ങനെ വേണം. നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും ഉപ്പ് നമ്മൾ വാങ്ങണ്ടേ? ഉപ്പ് വേണം. മുളക് നമ്മൾ വേണ്ടേ? അത് വേണം. അങ്ങനെ ചില സാധനങ്ങളുണ്ട്. കമ്പ്യൂട്ടർ അത് കർണാടകക്കാരൻ്റെ അടുത്ത് പോയി വാങ്ങണം. ഫോണ് ഉത്തരേന്ത്യക്കാരൻ്റെ അടുത്ത് വാങ്ങണം. ഇത് നമുക്ക് കൂടാണ്ട് കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വേണം. അപ്പോൾ എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പുറമെ തന്നെയാണ് ഈ സാധനം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം രോഗം മാറണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം വരിക. വെറുതെ കളിയാക്കരുത്. അകത്തേക്ക് മരുന്ന് കഴിക്കാണ്ട് നിങ്ങൾ ഒരു രോഗം മാറുന്നത് നിങ്ങൾ കരുതരുത്. നട്ടെല്ലാം മുറിഞ്ഞിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടാൽ ഇന്ന് അപകടം പറ്റിയാനാണെങ്കിൽ നമുക്കൊരു ടൈമുണ്ട് കേട്ടോ. പുലർച്ചെ 4 മണി മുതൽ പിന്നെ 8:30 മണി വരെയാണ്. വൈകിട്ടും അതുപോലെയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ളത് പിന്നെ ക്യാൻസർ രോഗികളുടെ മരുന്നാണ്. ക്യാൻസർ രോഗികളെന്ന് പറഞ്ഞാൽ ഈ മുട്ടുവേദന, തണ്ടൽ വേദന, ശ്വാസം മുട്ടൽ, അപസ്മാരം, ഇത്തരക്കാരെയാണ്. പിന്നെ അപ്പോൾ രാവിലെ നടക്കുന്നത് ഒക്കെ വിഷം മരുന്ന്, അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ, അല്ലെങ്കിൽ മൂത്രക്കല്ലിന് മരുന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മൂലക്കുരുവിനെ നടക്കും, തണ്ടൽ കുറഞ്ഞവനെ നടക്കും, തലച്ചോറിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടവരെ പറ്റും, ഓട്ടിസം ബാധിച്ച കുട്ടികളെ പറ്റും. ഇതൊക്കെ പോകും. അതായത് ഞാൻ പരിപാടിയായിട്ട് വരുമ്പോൾ 60 പ്രൊഫഷൻ വർക്ക് ചെയ്യും. ഇപ്പം ഈ 60 പ്രൊഫഷൻ ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാം, മനസ്സിലായില്ലേ? എൻ്റെ പേരക്കുട്ടികളെ ചില പണിക്ക് സഹായത്തിന് വിളിക്കും, അതിന് അവർക്ക് ശമ്പളം കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അത് മാറ്റിയിട്ട് അത് ശരിക്കുള്ള ലെവലിലേക്ക് വരും. അതിന് ബോർഡൊക്കെ വെച്ച് നല്ല കണ്ടീഷനായിട്ട് 60 ഡിവിഷൻ അതിൽ വരും. ഈ 60 ഡിവിഷൻ ഓരോന്നോരോന്നാണ് വരിക. അപ്പോൾ നമ്മൾ മുമ്പ് ഇരുന്ന മാതിരി തന്നെ ഇതിന് കമ്പ്യൂട്ടറും മറ്റേ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പൈസക്ക് ടൈറ്റുള്ളപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്നിൻ്റെ കീഴിൽ പിന്നെ ഓരോന്ന് മാറ്റും. അങ്ങനെയാണ് പിന്നെ ഈ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കാൻ പറ്റുമെങ്കിൽ സഹകരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിവിടെ ആരുമല്ല, നിങ്ങൾ ഒരു അധ്വാനക്കാരനുമല്ല, ഒന്നുമില്ലാണ്ട് നിങ്ങൾ ഇവിടുന്ന് മടക്കും. സ്വർഗം കിട്ടുന്നൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. സ്വർഗമൊന്നും കിട്ടില്ല. കാരണം 130 ഉറുപ്പ്യക്ക് ഉത്തരേന്ത്യയിലെ വലിയവരുടെ അടുത്ത് പോയിട്ട് സ്വർഗ്ഗാർക്കും കിട്ടിയില്ല. 250 പവൻ ആഭരണം ബക്കറ്റിലിട്ടവർക്ക് കിട്ടിയില്ല. ഒരു കിണറ് നിറച്ച് പൈസ ഇട്ടവർക്ക് കിട്ടിയില്ല. ഇവിടെ 5 നേരം നിസ്കരിച്ചിട്ട് ഞാൻ വലിയ ഔലിയാണ് പറഞ്ഞവർക്ക് കിട്ടിയില്ല, മനസ്സിലായില്ല? എനിക്കുമില്ല. നിങ്ങളത് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ കഴിയുന്നതും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുത്തൻ അപകടത്തിൽ വരുമ്പോൾ കൈയൊട്ടിച്ചിരിക്കരുത്. കഴിയുന്ന വിദ്യകൾ പറയും. ഒരുത്തനൊരു വിദ്യയായിട്ട് പറയണത് നിങ്ങൾ വിചാരിക്കണം ഞാനിത് അരി മേടിക്കാനാണ് ഈ പണി ചെയ്തതെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പിഴിഞ്ഞിട്ട് എനിക്ക് 500 1000 ഒക്കെ മാതി ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ വിദ്യാഭ്യാസം ഉള്ളവർ കംപ്ലീറ്റ് നിങ്ങളെ പറ്റിക്കുക. അവർക്ക് ഒരു കഴിവില്ല. ഇവിടെ എൻ്റെ തൊട്ടടുത്തൊക്കെ തണ്ടലം പറഞ്ഞിട്ട് 50 കൊല്ലം 70 കൊല്ലമൊക്കെ ആയവർ ഇവിടെ ഉണ്ട്. ഒരു സൈഡ് ബ്ലോക്ക് ആയതൊക്കെ അവർ ഈ പൊങ്ങച്ച കൈ പിടിച്ച് നടക്കിയ കാരണമാണ് അവർക്ക് മരുന്ന് കിട്ടാത്തത്. മരുന്ന് എൻ്റെ കയ്യിലാണ്. എൻ്റെ അടുത്ത് വന്നവരൊക്കെ പോയിട്ടുണ്ട്, ക്ലിയറായി പോയിട്ടുണ്ട്. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ചില ആൾക്കാർ മരുന്ന് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യാത്തവരുണ്ട്. അത് എൻ്റെ കുറ്റമൊന്നുമില്ല. അവർ മടിയുള്ള ആളുകളുണ്ടാവില്ല. നമ്മളെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് മരുന്ന് ചികിത്സ ആവശ്യമുണ്ടോ? അത് 10 ദിവസം പരിപാടിയിൽ ഫുള്ള് കണ്ടീഷൻ ചെയ്ത് തരാം. അതിൻ്റെ പൈസ അടക്കേണ്ടി വരും. ആദ്യം നിങ്ങളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ലക്ഷങ്ങളില്ലെങ്കിൽ ആ ഉള്ളത് എത്രയെന്ന് വിചാരിച്ചാൽ അത് ആദ്യം പറയണം. എന്നിട്ട് അതിൻ്റെ വശത്തിന് നിങ്ങൾക്ക് ഒരു ഭാഗമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് നട്ടുച്ച നേരം വിശപ്പുണ്ട്, അറിയാലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിരിയാണി വേണം എന്നൊന്നുമില്ല, നെയ്ച്ചോറും ബിരിയാണി വേണമെന്നൊന്നുമില്ല. പൂളക്കിഴങ്ങും ചായയും പറ്റില്ലേ, പൊറാട്ടയും ചായയും പറ്റില്ലേ, അല്ലെങ്കിൽ പുട്ടും കറിയും ചായയും പറ്റില്ലേ, അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയത് പറ്റില്ലേ? ആ കാര്യം കിടക്കേ വേണ്ടു.
നിങ്ങൾ മരിക്കാതെ ഇരിക്കുക, മുന്നോട്ട് പോവുക, അതിനതേ വേണ്ടു. ഞാൻ കൊറോണ വൈറസിൽ നിങ്ങൾ ചാവുന്ന കാര്യത്തിന് വലിയ ഉപദേശം തന്നിരുന്നു. ഈ വിരൽ കണ്ടില്ലേ, ഇതുമ്പോൾ 2 തുള്ളി മരുന്ന്, ഇത് ഞാൻ നിങ്ങൾക്ക് തന്നാ. അപ്പോൾ അത് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇവിടെയുള്ള ആളുകൾ നുണ പറയാൻ പലതും ചെയ്യും. അവർക്ക് കൊറോണ വൈറസ് ഉണ്ടായ സമയത്ത് ഓടി ഒളിച്ച പോലെ അവർ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ മതപണ്ഡിതന്മാരെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. കൊറോണ വൈറസ് ഉണ്ടെന്ന് നിങ്ങൾ ഇന്ന് പറഞ്ഞാൽ ഒരൊറ്റ പണ്ഡിതനെ പിന്നെ നിങ്ങൾ ലോകത്ത് കാണില്ല, ഇസ്രായേലിൽ കാണില്ല, അമേരിക്കയിൽ കാണില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ ആ യുദ്ധത്തിന് ജയിച്ചുള്ള സ്ഥലമുണ്ടല്ലോ ഇറാൻ, അവിടെയും കാണില്ല. ഞാൻ അന്നും ഇന്നും ഒരേപോലെ ഇരുന്നിട്ട് അതിന് ഇന്നതാണ് വിധി, അതിങ്ങനെയാവും എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളിയേരി ഗ്രൂപ്പിൽ വന്നിട്ട് ചിലവരെന്നോട് ചോദിക്കുന്നുണ്ട്, അത് ഞങ്ങളവിടെ കമൻ്റ് ഇട്ടാൽ ശരിയാക്കാം. അതൊക്കെ നമ്മൾ പൂജാർ പോയി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മരുന്നിന് പൈസ അടച്ചാൽ ചെയ്യും. കാരണം എനിക്കിതിന് 80 ആൾക്ക് പണിക്കൂലി ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? അതിൻ്റെ കറണ്ട് ബില്ലും മറ്റുള്ളതൊക്കെ വരണം. അതൊന്നും ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് തരില്ല. ഈ ഒരു ഡിവിഷനിൽ അങ്ങനെയാണ്. ഇനി ഇവിടുത്തെ ദിവസം മാറുന്നതിനനുസരിച്ച് ചുറ്റുപാട് വരും. പക്ഷേ എൻ്റെ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, അവിടെ സമരം ചെയ്യൽ നടക്കില്ല, കച്ചറുണ്ടാക്കൽ നടക്കില്ല, മനസ്സിലായില്ലേ? സമരം ചെയ്യൽ നടക്കില്ല, കച്ചറുണ്ടാക്കലും പറ്റില്ല, ലീവ് എടുക്കാനും പറ്റില്ല. പിന്നെ മരുന്ന് ലീവ് എടുക്കുന്ന സുഖമില്ലായിട്ടാണല്ലോ, ആ സുഖത്തിനുള്ള മരുന്നൊക്കെ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.